ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ലൊരു പകൽ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ വചനവുമായിരിക്കാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണല്ലോ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി ഇരട്ടുടുത്തു, വെണ്ണീർ വാരിയിട്ടുമുണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം അവസാനിക്കുമ്പോൾ ദൈവം തൻ്റെ പദ്ധതിയുടെ ഒരു ആരംഭം അല്ലെങ്കിൽ അതിനുള്ള ഒരു തുടക്കം ഇട്ട് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൊർദെഖായി മുഖാന്തരം രാജാവിനെ നേരിടാൻ പോകുന്ന ഒരു അനർത്ഥത്തെക്കുറിച്ച് അറിയിക്കുകയും അതിൽ നിന്ന് രാജാവിനൊരു വിടുതൽ കൽപ്പിക്കുകയും ചെയ്യുന്നൊരനുഭവം അവിടെ എസ്തേർ രാജ്ഞി രാജാവിനെ അറിയിക്കുന്നതായി കാണുന്നുണ്ട്. അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ കുറിച്ചിട്ടു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനാണിങ്ങനെ ഈ കാര്യങ്ങൾ കുറിച്ചിട്ടത്? ആ ഒരു കാര്യത്തെപ്പറ്റി എടുത്തു പറഞ്ഞിരിക്കുകയാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് കുറിച്ചിട്ടിരിക്കുന്നെന്ന്. അത് പിന്നീട് ഒരു രേഖയായി അല്ലെങ്കിൽ അതൊരു സാക്ഷ്യമായി അതൊരു തെളിവായി നിൽക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് പിന്നീടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും, അത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാകാം, പരസ്യമായുള്ള കാര്യങ്ങളാകാം, നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാവാം, ഇതൊക്കെയും ദൈവം കുറിച്ചു വയ്ക്കുന്ന ഒരനുഭവം ഉണ്ട്. അത് കുറിച്ചു വയ്ക്കും. അത് പിന്നീട് അതിനൊത്തവണ്ണം നമുക്ക് പ്രതിഫലവും അതിനൊത്തവണ്ണം നമുക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തത് അതിനൊത്തവണ്ണമുള്ള ശിക്ഷകളും നാം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നൊരു ദിവസമുണ്ട് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. പിന്നീട് നമ്മൾ 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട് ഹാമാൻ ഉണ്ടാകുന്ന സ്ഥാനക്കയറ്റം. അതായത് അവൻ രാജാവിൻ്റെ ഇരിപ്പിടത്തിനൊത്തവണ്ണം, അതായത് അവിടുത്തെ സകല രാജാവിൻ്റെ പ്രഭുക്കന്മാരേക്കാൾ മേലായി ഒരു ഉന്നത പദവിയിലെത്തുകയും അത് പിന്നീടുണ്ടാക്കുന്ന ചില വിഷയങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് 3-ാം അധ്യായത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഹാമാനും മൊർദെഖായും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകുന്നൊരനുഭവം, അങ്ങനൊരു സാഹചര്യം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് മൊർദെഖായി രാജാവ് കൽപ്പിച്ചിട്ടുണ്ട്, ഹാമാനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, അവനെ കുമ്പിടണം എന്നുള്ള ഒരു കൽപ്പനയുണ്ട്. അപ്പോൾ അവിടെ ഈ രാജകൽപ്പനയ്ക്ക് എതിരായിട്ട് ആണ് മൊർദെഖായി പെരുമാറിക്കൊണ്ടിരുന്നത്. ഇവിടെ മൊർദെഖായി അങ്ങനെ കാണിക്കുന്ന ഒരു ധൈര്യം അതെന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് വിരോധമായ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനോട് എതിർത്ത് നിൽക്കാനും അതെനിക്ക് താല്പര്യമില്ല എന്ന് തുറന്ന് കാണിക്കുന്ന മൊർദെഖായിയുടെ ധൈര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് പലപ്പോഴും നമ്മളത് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. കാരണം കർത്താവിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് ഹിതമല്ലാത്ത ഏത് സാഹചര്യത്തോടും ഏത് വ്യക്തികളോടും നാം അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അതിനോട് നോ എന്ന് പറയുവാനും അവിടെ നിന്ന് മാറി നിൽക്കാനും, ചിലപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫിലെ ഒരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സംസാരത്തിൽ നിന്നായിരിക്കാം, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ സംസാരിക്കേണ്ട, അതിനോട് സംസാരിക്കാതെ ധൈര്യം കാണിക്കാൻ, അവിടെ നിന്ന് മാറിപ്പോകാനുള്ള ധൈര്യം കാണിക്കാൻ നമുക്ക് ഈ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. ഈ പുറപ്പാട് പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യഹോവയുടെ സിംഹാസനത്താണ്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് വായിക്കുമ്പോൾ അറിയാം, ഹാമാൻ അമാലേക്കനാണെന്നാണ് ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ട്. അത് ദൈവം തലമുറയായി യുദ്ധം നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ കുമ്പിടാതെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരുടെ മുമ്പിൽ കുമ്പിടാതെ മൊർദെഖായി കാണിക്കുന്ന ഒരു ധൈര്യമാണ് ആ ഒരു വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഈ യഹൂദന്മാരെ അബാലവൃത്തം നശിപ്പിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും എല്ലാം നശിപ്പിക്കാനുള്ള കൽപ്പന രാജാവ് പുറപ്പെടുവിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വരുമ്പോഴത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. മൊർദെഖായി ഈ വിവരം അറിയുമ്പോൾ, ഈ ഒരു പശ്ചാത്തലത്തിൽ യഹൂദന്മാരെ സകലരെയും നശിപ്പിക്കാൻ പോവുകയാണെന്നുള്ള ഈ വിവരം അറിഞ്ഞ സമയത്താണ് മൊർദെഖായി തൻ്റെ വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തിന് നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്നെന്ന് കാണുന്നത്. ഇവിടെ തനിക്കും തൻ്റെ ജനത്തിന് നേരിടാൻ പോകുന്ന ആ ഒരു അനർത്ഥത്തെക്കുറിച്ച് അറിയുന്ന മൊർദെഖായി ദൈവത്തോട് അത്യുച്ചത്തിൽ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് നിലവിളിക്കുന്നു. അവിടെ ഒരു വ്യക്തിയെ, അതായത് തനിക്കും തൻ്റെ ജനത്തിനും നേരിടാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് അറിയുന്ന ഇടിവിൽ നിൽക്കാൻ പോകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ എത്രത്തോളം
നാം ചിന്തിക്കണം, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് അറിയിക്കുന്ന പല കാര്യങ്ങളിലും നമുക്കൊന്ന് ഇടിവ് നിൽക്കുവാനും, ഒരുപക്ഷെ നമ്മളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങളെക്കുറിച്ചായിരിക്കാം, നമ്മുടെ ഫാമിലിയിലുള്ള എന്തെങ്കിലും മെമ്പേഴ്സിനെ കുറിച്ചായിരിക്കാം, നമ്മുടെ സ്നേഹിതരെക്കുറിച്ചായിരിക്കാം. നമുക്ക് എത്രത്തോളം ദൈവം അറിയിക്കുന്ന കാര്യങ്ങളിൽ ഹൃദയം കീറി, അതായത് ഇവിടെ വസ്ത്രം കീറുക എന്ന് പറയുമ്പോൾ, വസ്ത്രം കീറുക എന്ന് പറയുമ്പോൾ അത് കടുത്ത ദുഃഖത്തിൻ്റെ ഒരു അനുഭവമാണ്. അതായത് നമ്മുടെ ദുഃഖം വളരെ തീവ്രമായി നിൽക്കുമ്പോൾ അതിനെ നമ്മുടെ വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവിൻ എന്ന് യോവേൽ പ്രവാചകൻ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് കീറുവാൻ. പഴയ നിയമ കാലഘട്ടത്തിൽ വസ്ത്രം കീറുക എന്ന് പറയുമ്പോൾ അവരുടെ ദുഃഖത്തിൻ്റെ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന അനർത്ഥത്തിൻ്റെ, അപകടത്തിൻ്റെ ഒരു ബാഹ്യ പ്രകടനമാണ്. അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ വരുന്ന ഭാരത്തിൻ്റെ പുറമേ ഉള്ള പ്രകടനമാണ്. നമുക്ക് പുറമേ ഉള്ള പ്രകടനങ്ങളല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുന്ന ആ വേദനയിൽ നമ്മുടെ വസ്ത്രങ്ങളെ അല്ല, നമ്മുടെ ഹൃദയങ്ങളെ തന്നെ ഒന്ന് കീറി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വിഷയങ്ങളിൽ അങ്ങനെ ഒന്ന് ഇടിവ് നിൽക്കുവാൻ ദൈവം നമ്മളെ ആ ഒരു അനുതാപ ഹൃദയം നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അനുതാപത്തോടുകൂടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ കഠിനമാക്കാതെ നമ്മുടെ ഹൃദയത്തെ തന്നെ ഒന്ന് കീറി, പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തരുന്നതാണ്. ആ ഒരു നിലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം യെശയ്യാ പുസ്തകത്തിൽ 57 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ കാണുന്നത്, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ അവരോട് കൂടെ വസിക്കുന്നു എന്ന്. ദൈവം നമ്മോടുകൂടെ വസിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് രാജാവിൻ്റെ പടിവാതിലിൽ രട്ടുടുത്തുകൊണ്ട് ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലുവാൻ അനുവാദമില്ല. എന്നാൽ മൊർദെഖായി ഈ ഒരു അവസ്ഥയിൽ തൻ്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം മറന്ന്, അവിടുത്തെ നിയമങ്ങളൊക്കെ മറന്ന് ഒരു നിലവിളിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. നാമും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ദൈവം നമ്മളോട് ഒരു വചനത്തിലൂടെ ആയിരിക്കാം, അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷിക്തരിലൂടെ ആയിരിക്കാം ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ നാം അത് കാണുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് നമ്മുടെ സമൂഹത്തോടും നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് നേരിടാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് അവരോട് പറയുവാനും അത് അറിയുമ്പോൾ അവരോട് ചേർന്ന് ഉപവസിക്കുവാനും ഹൃദയ നുറുക്കത്തോടെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങളിൽ മനസ്സുള്ളവരായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈ സഹോദരിമാരിൽ വെളിപ്പെടുന്ന ഈ ഒരു തരത്തിലുള്ള ഐക്യത നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും ഒരു അനുഗ്രഹത്തിനും വിടുതലും കാരണമായി തീരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ യെശയ്യാ പുസ്തകത്തിൻ്റെ എഹെസ്കേൽ പുസ്തകത്തിൻ്റെ 11 അധ്യായം 19 വാക്യത്തിൽ പറയുന്നത് പോലെ, കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. ദൈവം നമ്മിലും ഇപ്രകാരം കല്ലായിരിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ ഉരുകിപ്പോയി മാംസമായത്, അതായത് നമുക്ക് ഒരാളുടെ ദുഃഖം കേൾക്കുമ്പോൾ വേദന തോന്നുന്ന, അവരോടൊരു സഹതാപം തോന്നുന്ന, ഒരു മനസ്സലിവ് തോന്നുന്ന, ഒരു സ്നേഹം തോന്നുന്ന ഒരു ഹൃദയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മുടെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.